കന്യാമറിയത്തെക്കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നത്? ബൈബിളിന്റെ ഉത്തരമെന്താണെന്ന് നോക്കാം. യേശുവിന്റെ അമ്മയായ മറിയയ്ക്ക് കന്യകയായിരിക്കുമ്പോൾ തന്നെ യേശുവിന് ജന്മം നൽകാനുള്ള ശ്രേഷ്ഠമായ പദവി ലഭിച്ചെന്ന് ബൈബിൾ പറയുന്നു. ഈ അത്ഭുതത്തെക്കുറിച്ച് ബൈബിൾ പുസ്തകമായ യെശയ്യായിൽ മുൻകൂട്ടി പറഞ്ഞിരുന്നു. അതിന്റെ നിവൃത്തി മത്തായിയുടെയും ലൂക്കോസിന്റെയും സുവിശേഷത്തിൽ കാണാം. മിശിഹയുടെ ജനനത്തെക്കുറിച്ചുള്ള പ്രവചനത്തിൽ യെശയ്യാ ഇങ്ങനെ മുൻകൂട്ടി പറഞ്ഞു: ഇതാ, യുവതി ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. യെശയ്യാ 7:14. ദൈവപ്രചോദിതമായി സുവിശേഷ എഴുത്തുകാരനായ മത്തായി യെശയ്യായുടെ ഈ പ്രവചനത്തെ മറിയയ്ക്ക് ബാധകമാക്കി. മറിയ അത്ഭുതകരമായി ഗർഭിണിയായി എന്ന കാര്യം പറഞ്ഞശേഷം മത്തായി ഇങ്ങനെ കൂട്ടിച്ചേർത്തു: ഇതെല്ലാം സംഭവിച്ചത് യഹോവ പറഞ്ഞ കാര്യങ്ങൾ നിറവേറേണ്ടതിനാണ്. ദൈവം തന്റെ പ്രവാചകനിലൂടെ ഇങ്ങനെ പറഞ്ഞിരുന്നു: ഇതാ, കന്യക ഗർഭിണിയായി ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കും. അവർ അവന് ഇമ്മാനുവേൽ എന്നു പേരിടും. പരിഭാഷപ്പെടുത്തുമ്പോൾ ആ പേരിന്റെ അർത്ഥം ദൈവം ഞങ്ങളുടെ കൂടെ എന്നാണ്. മത്തായി 1:22-23. കന്യാജനനത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു? യേശുവിന് പൂർണ്ണമായ മനുഷ്യശരീരം കൊടുക്കുന്നതിനു വേണ്ടിയാണ് ദൈവം യേശുവിനെ ഒരു കന്യകയിലൂടെ ജനിപ്പിച്ചത്. എങ്കിലേ മനുഷ്യകുടുംബത്തെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും മോചിപ്പിക്കാൻ യേശുവിന് കഴിയൂ. ദൈവം യേശുവിന്റെ ജീവൻ മറിയയുടെ ഗർഭപാത്രത്തിലേക്ക് മാറ്റി. അതിനുശേഷം അപൂർണതയുടെ ഒരു കണിക പോലും വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ബാധിക്കാത്ത വിധത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനെ സംരക്ഷിച്ചിട്ടുണ്ടാകണം. ലൂക്കോസ് 1:35. അങ്ങനെ യേശു ഒരു പൂർണ്ണ മനുഷ്യനായി ജനിച്ചു. ആദം പാപം ചെയ്യുന്നതിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥയിൽ. ക്രിസ്തു പാപം ചെയ്തില്ല എന്ന് യേശുവിനെക്കുറിച്ച് ബൈബിൾ പറയുന്നു. അതുകൊണ്ടാണ് മനുഷ്യരെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷിക്കുന്നതിനുള്ള മോചനവില പൂർണ്ണ മനുഷ്യനായ യേശുവിന് കൊടുക്കാൻ കഴിഞ്ഞത്. 1 കൊരിന്ത്യർ 15:21-22, 1 തിമോത്തിയോസ് 2:5-6. മറിയ നിത്യകന്യകയായിരുന്നോ? മറിയ നിത്യകന്യകയായിരുന്നെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. മറിച്ച് മറിയയ്ക്ക് വേറെയും മക്കളുണ്ടായിരുന്നു എന്ന് ബൈബിൾ പറയുന്നു. മത്തായി 12:46, മർക്കോസ് 6:3, ലൂക്കോസ് 2:7, യോഹന്നാൻ 7:5.